ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സിസ്റ്റം കോൾസ് എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം കോൾസ് ആർ ദി പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ടു ദ സർവീസസ് മെയ്ഡ് അവൈലബിൾ ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, typically available as routines written in a high-level language like C or C++. And there are two modes of operation in which a program can execute, that are user mode and kernel mode. The call that the program makes in order to access those resources or to go into kernel mode is called system call, and it is made by the programs to request a service from the kernel of the operating സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നറിയാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ടു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്ന് യൂസർ മോഡ്, മറ്റൊന്ന് കേർണൽ മോഡ്. ഓക്കെ, ഈ യൂസർ മോഡും കേർണൽ മോഡും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ യൂസർ മോഡും അതുപോലെ തന്നെ കേർണൽ മോഡിലാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂസർ മോഡിൽ നിന്നും കേർണൽ മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു കോളാണ് ആക്ച്വലി സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി എഴുതുന്നത് റുട്ടീൻസ് ആയിട്ടാണ്. ഹൈ ലെവൽ ലാംഗ്വേജസിൽ C അല്ലെങ്കിൽ C++ലാണ് മെയിനായിട്ട് ഇത്തരം റുട്ടീൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ യൂസർ മോഡിലാണ് നോർമലി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനും മെമ്മറിയോ അല്ലെങ്കിൽ ഡിവൈസസിനെയോ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? ആ യൂസർ മോഡിൽ നിന്നും കേർണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസർ മോഡിൽ നിന്നും കേർണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, എനിക്ക് ഈ ഒരു റിസോഴ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് മെമ്മറി ആക്സസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കോളാണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദി programs to request a service from the kernel of the operating system. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹാർട്ടാണ് കേർണൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കേർണൽ നമുക്ക് ആ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് യൂസർ മോഡും കേർണൽ മോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഡയഗ്രാം കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്കിവിടെ. ഇപ്പോൾ യൂസർ മോഡും അതിൻ്റെ ഹാർട്ടിലായതാണ് കോൾ എന്താണുള്ളത്? കേർണൽ മോഡാണുള്ളത്. അപ്പോൾ യൂസർ മോഡ് മീൻസ് ഇഫ് എ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ഇൻ യൂസർ മോഡ് ഇറ്റ് ഹാസ് നോ ഡയറക്റ്റ് ആക്സസ് ടു ദി മെമ്മറി, ഹാർഡ്വെയർ ആൻഡ് അതർ സച്ച് റിസോഴ്സസ്. But in the case of kernel mode, if a program is in kernel mode, it has direct access towards the memory, hardware and other such resources. And user mode is in a non-privileged mode, but kernel mode is privileged mode. And if a program is executed in user mode and it happens to crash, then the entire system would not crash. But if a program is executed in kernel mode and it happens to crash, then the entire system would crash. അപ്പോൾ ഒരു പ്രോഗ്രാം യൂസർ മോഡിലാണ് എങ്കിൽ അതിവിടെ ഏതെങ്കിലും രീതിയിലുള്ള ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻറ്റയർ സിസ്റ്റം എന്താവുന്നില്ല? ക്രാഷ് ആവുന്നില്ല. നേരെ മറിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം കേർണൽ മോഡിലാണ് എങ്കിൽ ആ കേർണൽ മോഡിൽ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്രാഷ് ആവുന്നുണ്ടെങ്കിൽ എൻറ്റയർ സിസ്റ്റവും ക്രാഷായി പോകാം. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസർ മോഡ് കുറച്ചുകൂടി സേഫ് ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. മോർ സേഫ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് എക്സിക്യൂട്ടഡ് ഇൻ user mode. And if during execution any resource is required, the request for a context switching from user mode to kernel mode will occur. അതായത് നമുക്കറിയാം യൂസർ മോഡിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. മെമ്മറിക്കായാലും ഹാർഡ്വെയർ അല്ലെങ്കിൽ മറ്റ് റിസോഴ്സിനായാലും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളതാണെന്ന് വിചാരിക്കുക. പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രിൻ്റർ വേണം അല്ലേ. അപ്പോൾ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസർ മോഡിൽ നിന്ന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും, കേർണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിക്വസ്റ്റ് നമുക്കതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത്തരം കോൾസാണ് സിസ്റ്റം കോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കാണാം. എന്താണ് സിസ്റ്റം കോൾ, ഏതൊക്കെ രീതിയിൽ വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് ഒന്നിൽ കൂടുതൽ സിസ്റ്റം കോൾസ് അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് ഫയൽ ഉണ്ട്. ആ സോഴ്സ് ഫയലിൽ നിന്ന് നമുക്ക് കണ്ടൻസ് ചെയ്തിലേക്ക് കോപ്പി ചെയ്യണം, ഒരു ഡെസ്റ്റിനേഷൻ ഫയലിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, ദ സിസ്റ്റം കോൾ സീക്വൻസ് ഫോർ റൈറ്റിംഗ് എ സിമ്പിൾ പ്രോഗ്രാം ടു റീഡ് ഡാറ്റ ഫ്രം വൺ ഫയൽ ആൻഡ് കോപ്പി ദം ടു അനദർ ഫയൽ. അപ്പം ഒരു ഫയലിൽ നിന്നും അതിൻ്റെ ഡാറ്റ വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം സിസ്റ്റം കോൾസ് അതിനിടയിൽ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, അക്വയർ ദ ഇൻപുട്ട് ഫയൽ നെയിം. ഇപ്പം നമുക്ക് ഏത് ഫയലാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് അതിൻ്റെ ഫയൽ നെയിം നമുക്ക് വേണമല്ലോ. അപ്പോൾ അതാണ് അക്വയർ ദി ഇൻപുട്ട് ഫയൽ നെയിം. ദെൻ റൈറ്റ് എ പ്രോംപ്റ്റ് ടു ദ സ്ക്രീൻ. അതായത് നമുക്ക് ഏത് ഫയലാണ് അതിന് നമുക്കൊരു ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ആ ഒരു ഡിവൈസിന് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു സിസ്റ്റം കോൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ആക്സെപ്റ്റ് ദി ഇൻപുട്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് മൗസ് ക്ലിക്ക് യൂസ് ചെയ്തുകൊണ്ട്, കാരണം ഒരു ലിസ്റ്റ് ഓഫ് ഫയൽസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിസ്റ്റ് ഓഫ് ഫയൽസ് നമുക്കൊന്ന് സെലക്ട് ചെയ്യണം, നമുക്ക് മൗസ് വെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് ഏതെങ്കിലും സെർച്ച് ബാറിൽ നമുക്ക് ഏത് ഫയലാണോ കോപ്പി ചെയ്യേണ്ടത് അതിൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ മൗസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് ഡിവൈസിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു സിസ്റ്റം കോൾ ഉണ്ട്. ദെൻ അക്വയർ ദി ഔട്ട്പുട്ട് ഫയൽ നെയിം. ദെൻ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഫയൽ നെയിം നമുക്ക് അക്വയർ ചെയ്യണം, കാരണം ഏത് ഫയലിലേക്കാണ് നമുക്ക് കോപ്പി ചെയ്യാനുള്ളത്. ദെൻ റൈറ്റ് എ പ്രോംപ്റ്റ് ടു സ്ക്രീൻ. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക എന്താണ്, ഏതിലേക്കാണ് നമുക്ക് കോപ്പി ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു സ്ക്രീൻ വേണം. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ഒരു സിസ്റ്റം കോൾ അവിടെ ആവശ്യമാണ്. ദെൻ ആക്സെപ്റ്റ് ദി ഇൻപുട്ട്. ആക്സെപ്റ്റ് ദി ഇൻപുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ഫയൽ നെയിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലേ. നമുക്ക് ഒരു പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ ആ ഫയലിൻ്റെ നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ ആക്സെപ്റ്റ് ദി ഇൻപുട്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുക, ഒന്നുകിൽ മൗസ് യൂസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, നമ്മുടെ കീബോർഡ്. മെയിൻലി നമ്മൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫയലിൻ്റെ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ട് ഡിവൈസിന് റിക്വസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റം കോൾ വേണം. ഓക്കെ, ദെൻ ഓപ്പൺ ഇൻപുട്ട് ഫയൽ. നമ്മൾ ഇൻപുട്ട് ഫയൽ ഓപ്പൺ ചെയ്യണം. ഇൻപുട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെയും നമ്മുടെ ഒരു എന്ത് വേണം, സിസ്റ്റം കോൾ വേണം. കാരണം നമ്മളവിടെ മെമ്മറി ആക്സസ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മളൊരു സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, സിസ്റ്റം കോൾ വേണം. ആൻഡ് ഈ ഫയൽ ഡസ് നോട്ട് എക്സിസ്റ്റ് അബോട്ട്. അപ്പോൾ നേരെ മറിച്ച് ആ ഒരു ഫയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് അബോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എറർ മെസ്സേജ് നമുക്ക് ചിലപ്പോൾ പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ഫയൽ അവിടെ എക്സസ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു സിസ്റ്റം കോൾ വേണം. അത് അബോട്ടായ ഒരു എറർ സംഭവിച്ചു എന്നുള്ളതിന്. ദെൻ ക്രിയേറ്റ് ഔട്ട്പുട്ട് ഫയൽ. ഒരു ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം, ഒരു സിസ്റ്റം കോൾ. ദെൻ ഈ ഫയൽ എക്സിസ്റ്റ് അബോട്ട്. കാരണം നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്, ഓൾറെഡി ആ ഒരു നെയിമിലൊരു ഫയൽ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് സക്സസ് അല്ല, അവിടെ ഒരു എറർ സംഭവിക്കുക. അപ്പോൾ അവിടെ നമുക്കത് ഒരു സിസ്റ്റം കോളിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു സിസ്റ്റം കോൾ വേണം. നെക്സ്റ്റ് റീഡ് ഫ്രം ഇൻപുട്ട് ഫയൽ റൈറ്റ് ടു ഔട്ട്പുട്ട് ഫയൽ. ദെൻ അവിടെ ഒരു ലൂപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ എന്താ, അൺടിൽ റീഡ് ഫീൽഡ്സ്. അതായത് നമ്മൾ ഫസ്റ്റ് മുതൽ ഓരോന്നായിട്ട് റീഡ് ചെയ്യാണ്. ഓരോന്നും ഇൻപുട്ട് ഫയലിൽ നിന്ന് റീഡ് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക. അപ്പോൾ അത് എവിടെ വരെ, ആ ലാസ്റ്റ് വരെ എത്തുന്നത് വരെ, ആ റീഡ് ഫെയിൽ ആവുന്നവരെ ആ ഒരു ലൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അൺടിൽ റീഡ് ഫീൽഡ്സ്, ദെൻ ക്ലോസ് ഔട്ട്പുട്ട് ഫയൽ. ആ ഒരു പർപ്പസ് അത് ഫുൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഔട്ട്പുട്ട് ഫയൽ നമുക്കവിടെ ക്ലോസ് ചെയ്യാം. ദെൻ റൈറ്റ് കംപ്ലീഷൻ മെസ്സേജ് ടു സ്ക്രീൻ.
ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് ഓക്കെ അത് ഫുള്ള് കോപ്പീഡായി എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രിൻറ്റ് ചെയ്യണം അല്ലേ, മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ മോണിറ്റർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. വീണ്ടും നമുക്ക് അവിടെ ഒരു സിസ്റ്റം കോളിൻ്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ ടെർമിനേറ്റ് നോർമലി. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോസസ്സ് അവിടെ ടെർമിനേറ്റ് ആയിട്ട് നോർമലി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. സക്സസ് ആണെങ്കിൽ നോർമലി ടെർമിനേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ അബോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോസസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ്. അപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സിസ്റ്റം കോൾസിൽ അതിനിടയിൽ കോൾ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ്. There are different types of system calls, and these system calls can be grouped roughly into 6 major categories: process control, file manipulation, device manipulation, information maintenance, communications, and protection. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. First one, process control. A running program needs to be able to halt its execution either normally or abnormally, and if a system is made to terminate the currently running program abnormally, or if the program runs into a problem and causes an error trap, a dump of memory is sometimes taken and an error message generated. The dump is returned to disk and may be examined by a debugger, a system program designed to aid the programmer in finding and correcting errors or bugs to determine the cause of the problem. And there are different system calls associated with this process control, and that are load, execute, create process, terminate process, get process attributes, set process attributes, wait for time, wait even, signal even, allocate, and ഫ്രീ മെമ്മറി. അപ്പോൾ ഒരു പ്രോസസ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിസ്റ്റം കോൾസ് ആണ് ഇവിടെ, പ്രോസസ്സ് കൺട്രോളായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിസ്റ്റം കോൾസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നോർമലി എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ആവും, അതല്ലെങ്കിൽ അബ്നോർമലി ആണ് അത് എൻഡ് ആവുന്നത് എങ്കിൽ അവിടെ എന്താണ്, അബോർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഓരോ ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ആണ്. ഇനി ഈ ഒരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു എറർ മെസ്സേജ് കണ്ടാൽ മാത്രമേ നമുക്ക് ഏതൊരാൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇവിടെ എന്താണ് എറർ, അത് ഏത് രീതിയിൽ നമുക്ക് റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ആ പ്രോബ്ലം അവിടെ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു എറർ മെസ്സേജ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഒരു പ്രോസസ്സ് കൺട്രോളായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് എന്തൊക്കെയാണെന്നാണ്. ഒന്ന്, ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. ദെൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഇനി പുതിയതായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് സിസ്റ്റം കോളാണ്, ക്രിയേറ്റ് പ്രോസസ്സ്. ദെൻ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അതെന്ത് ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം, അതിന് ടെർമിനേറ്റ് പ്രോസസ്സ്. ഇനി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് സെറ്റ് പ്രോസസ്സ് ആട്രിബ്യൂട്ട്സ്. ദെൻ സെറ്റ് പ്രോസസ്സ് ആട്രിബ്യൂട്ട്സ്, അതായത് ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ആട്രിബ്യൂട്ട്സിനെ ഇവോക്ക് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഗെറ്റ് പ്രോസസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് സെറ്റ് പ്രോസസ് ആട്രിബ്യൂട്ട്സ്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് വെയിറ്റ് ഫോർ ടൈം, വെയിറ്റ് ഈവൻ, അതുപോലെ തന്നെ സിഗ്നൽ ഈവൻ. ഈ ഒരു വെയിറ്റ് ഫോർ ടൈം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു ഷെഡ്യൂളിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അത് ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷന് വെയിറ്റ് ചെയ്യുക, അതിനാണ് വെയിറ്റ് ഫോർ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വെയിറ്റ് ഇവൻ്റ് ഉണ്ട്, സിഗ്നൽ ഇവൻ്റ് ഉണ്ട്. ദെൻ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അതാണ് അലോക്കേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മെമ്മറി ഫ്രീ ആക്കണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രീ മെമ്മറി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോസസ്സ് കൺട്രോളായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ്. നെക്സ്റ്റ് വൺ ആണ് ഫയൽ മാനേജ്മെൻറ്റ്. സിസ്റ്റം കോൾസ് ദാറ്റ് നീഡ് ടു ബി ഏബിൾ ടു ക്രിയേറ്റ് ആൻഡ് ഡിലീറ്റ് ഫയൽസ്. ഫയൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഫയൽ മാനിപ്പുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഫയൽ ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സിനെ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഫയലായാലും ഡിവൈസ് ആയാലും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക,
അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ഇവിടെ ഉണ്ട്. ദെൻ ഏതർ സിസ്റ്റം കോൾ റിക്വയർസ് ദ നെയിം ഓഫ് ദ ഫയൽ ആൻഡ് പെർഹാപ്സ് സം ഓഫ് ദ ഫയൽ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗെറ്റ് ഓർ സെറ്റ് ഫയൽ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ അത് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ദെൻ വൺസ് ദ ഫയൽ ഈസ് ക്രിയേറ്റഡ് വി നീഡ് ടു ഓപ്പൺ ഇറ്റ് ആൻഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് എന്താണ്, ഓപ്പൺ. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പൺ എന്നുള്ള സിസ്റ്റം കോൾ. അതുപോലെ അതിൽ ഏതെങ്കിലും റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റീഡ്, ദെൻ റൈറ്റ്, അതുപോലെ റീപൊസിഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് നമുക്ക് ഫയൽ മാനേജ്മെൻറ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ദെൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റീഡ് ചെയ്തു അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താണ്, ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യണം അല്ലേ. നമ്മളിനി ആ ഒരു ഫയൽ യൂസ് ചെയ്യുന്നില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും, നോർമലി ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള സിസ്റ്റം കോൾ എന്താണ്, ക്ലോസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫയൽ മാനേജ്മെൻറ്റിലെ കുറച്ച് സിസ്റ്റം കോൾസ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റ് സിസ്റ്റം കോൾസ് ഉണ്ട്. ഇപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എക്സിക്യൂഷനായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരുപാട് സിസ്റ്റം കോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ EXEV എന്നൊക്കെ പറയുന്ന പോലെ ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സിസ്റ്റം കോൾസും നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഡിവൈസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു സിസ്റ്റം കോൾ ഫോർ മാനേജിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ദി ഡിവൈസസ്. അപ്പോൾ ഡിവൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന, അതിൻ്റെ മാനിപ്പുലേഷൻ ആൻഡ് മാനേജിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിസ്റ്റം കോൾസാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഓക്കെ, എ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ് മേ റിക്വയർ us to first request a device to ensure exclusive use of it, and after we finish with the device we release it. These functions are similar to the open and close system calls for files, and once the device has been requested and allocated to us we can read, write and possibly reposition the device just as we can with files, and logically attach or detach devices. And also we have other system calls like get or set device attributes, just as we discussed in file attributes as well as in process attributes. അപ്പോൾ ഡിവൈസ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്, ഡിവൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് അതിൻ്റെ റിക്വസ്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രിൻ്ററിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് ആവശ്യമുണ്ട്, എക്സിക്യൂഷൻ ടൈമിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് എടുക്കുകയാണ് വേണ്ടതെങ്കിൽ നമുക്ക് മൗസോ അതല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു റിക്വസ്റ്റ് എന്നുള്ളൊരു സിസ്റ്റം കോൾ നമുക്ക് ആവശ്യമുണ്ടാവും അല്ലേ. അതുപോലെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അതായത് പ്രിൻറ്റിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിലീസ് ചെയ്യണം. അപ്പോൾ അവിടെ റിലീസ് എന്നുള്ള സിസ്റ്റം കോൾ ഉണ്ടാവും. ആൻഡ് ദീസ് ഫങ്ഷൻസ് ആർ സിമിലർ ടു ഓപ്പൺ ആൻഡ് ക്ലോസ് സിസ്റ്റം കോൾസ് ഫോർ ഫയൽസ്. ഇപ്പം ഒരു അതുപോലെ എന്ത് വരുന്നുണ്ട്, നമുക്ക് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, റീപൊസിഷൻ. അപ്പോൾ ഇതൊക്കെ ഡിവൈസ് മാനേജ്മെൻറ്റിൽ വരുന്ന സിസ്റ്റം കോൾസിലും പെടുന്നതാണ്. അതുപോലെയുള്ളതാണ് ലോജിക്കലി അറ്റാച്ച് ഓർ ഡിറ്റാച്ച് ഡിവൈസസ്, ദെൻ ഗെറ്റ് ഓർ സെറ്റ് ഡിവൈസസ്. ലോജിക്കലി അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്യാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കീബോർഡ് യൂസ് ചെയ്യാണ്. കീബോർഡ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോർമലി പെൻ ഡ്രൈവിൻ്റെ കേസാണ് നമ്മളെപ്പോഴും ഡിസ്കണക്ട് ചെയ്യാറുണ്ട്, ഇഞ്ചക്ട് ചെയ്യുന്നൊരു ഡിവൈസാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫിസിക്കലി അറ്റാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു പ്ലഗിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഫയൽസ് കോപ്പി ചെയ്യാനുള്ളതാണെങ്കിൽ അത് കോപ്പി ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടുന്ന് ഇജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ സേഫ്ലി റിമൂവ്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി അവിടെ ലോജിക്കലി നമ്മളതിനെ റിമൂവ് ചെയ്യുന്നത്. അവിടെ ഫിസിക്കലി അതവിടെ കണക്റ്റഡ് ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോജിക്കലി നമ്മൾ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസ്, ഒരു USB നമ്മളതിലേക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവിടെ ഒരു ലോജിക്കലി അവിടെ ഒരു അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സസും അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി അവിടുന്ന് ഡിറ്റാച്ച് ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ വരുന്നത്. നെക്സ്റ്റ്
information maintenance. All the information about our system must be maintained and updated. Many system calls exist simply for the purpose of transferring information between the user program and the operating system. Time and date are the system calls associated with this information maintenance, and as well as dump. This provision is useful for debugging. ഇപ്പോൾ ഡംപ് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പ്രോസസ്സിൻ്റെ കേസ് വന്ന സമയത്ത്. അതുപോലെ ഇപ്പം നമ്മുടെ സിസ്റ്റത്തിന് എല്ലാ ഇൻഫോർമേഷൻസും മെയിൻറ്റെയിൻ ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്ത് വരിക, അത്തരം കാര്യങ്ങളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസാണ് ഈ ഒരു ഇൻഫോർമേഷൻ മെയിൻ്റനൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ഓരോ പ്രാവശ്യം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് അപ്ഡേറ്റ് ആവുന്നുണ്ട് അല്ലേ. ഓരോ പ്രാവശ്യം നമുക്ക് ഇന്ന് സിസ്റ്റം ഓപ്പൺ ആക്കി ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ടൈമും അതുപോലെ തന്നെ ഡേറ്റും എന്തായിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത്തരം കേസസ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എക്സിക്യൂട്ടായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഇതിലെ ഇൻഫോർമേഷൻ മെയിൻ്റനൻസിന് സിസ്റ്റം കോൾസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സിസ്റ്റം കോൾസ് യൂസ്ഡ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ഓർ ഡിവൈസസ്. അതായത് നമുക്കിപ്പം ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലൊരുപാട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് പ്രോസസ്സസും കൂടി ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാം അതിനിടയിൽ. അപ്പോൾ ഇത്തരം പ്രോസസ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് ഈ ഒരു റിക്വസ്റ്റ്, ഈ ഒരു ഇൻപുട്ടിൻ്റെ റിക്വസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്, അപ്പോൾ ഓരോ പ്രോസസ്സും മറ്റൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. അപ്പോൾ അത്തരം കേസസിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ കണക്ഷന് വേണ്ടി ഒരു ക്രിയേറ്റ്, ഡിലീറ്റ് സിസ്റ്റം കോൾസ് കിടപ്പുണ്ട്. അതായത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്ന സിസ്റ്റം കോളും, ഇനി ആ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്നുള്ള സിസ്റ്റം കോളും. അതുപോലെ സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ്, 2 പ്രോസസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ്, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത്തരത്തിൽ നമ്മൾ പ്രോസസ്സ് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സെൻഡ് ആൻഡ് റിസീവ് സിസ്റ്റം കോൾസ് അവിടെ യൂസ് ചെയ്യുക. അതുപോലെ ട്രാൻസ്ഫർ ടു കമ്മ്യൂണിക്കേറ്റ് ദി കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദി പ്രോസസ്സ്. ഓരോ പ്രോസസ്സും അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള സിസ്റ്റം കോൾസ് യൂസ് ചെയ്യാം. അതുപോലെ അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് ഫോർ റിമോട്ട് ഡിവൈസസ്. അങ്ങനെ ഓരോ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിഫറെൻറ്റ് സിസ്റ്റം കോൾസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ. ദ സിസ്റ്റം കോൾസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫയൽസ്, ഗെറ്റ് ആൻഡ് സെറ്റ് ഫയൽ പെർമിഷൻസ്. ഇത്രയാണ് പ്രൊട്ടക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് സർവീസസ് പറയുന്ന സമയത്ത് അതിൽ പ്രൊട്ടക്ഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫയൽ, ഓക്കെ, അത് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, ആർക്കൊക്കെ അത് റീഡ് ചെയ്യാം, ആർക്കൊക്കെ അതിലേക്ക് റൈറ്റ് ചെയ്യാം, ആർക്കൊക്കെ അതിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് എക്സിക്യൂഷൻ പെർമിഷൻസ് ഉണ്ട്. ഓക്കെ, അത്തരം പെർമിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സിസ്റ്റം കോൾസ് ആണ് ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഗെറ്റ് ആൻഡ് സെറ്റ് ഫയൽ പെർമിഷൻസ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് കൊടുക്കാം, പെർമിഷൻസ് കൊടുക്കാം. ഇനി ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫയലിൽ നമ്മളൊരു പെർമിഷൻ കൊടുത്തു, ഓക്കെ, ഇത്ര യൂസേഴ്സിന് ഇത് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇനി എനിക്ക് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന പെർമിഷൻ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിവോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം കേസിൽ നമുക്കത് വീണ്ടും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഏതിലാണുള്ളത്, ഈ ഒരു പ്രൊട്ടക്ഷൻ എന്ന് വരുന്ന സിസ്റ്റം കോൾസും അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിസ്റ്റം കോൾസിൽ പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന സിസ്റ്റം കോൾ വരുന്നതാണ് ഫോർക്ക് എന്ന് പറയുന്നത്. ഫോർക്ക് എന്ന് പറയുന്നത് ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് ഫോർക്ക്. ഓക്കെ, ഇറ്റ് വിൽ ക്രിയേറ്റ് എ ചൈൽഡ് പ്രോസസ്സ്. അതിൻ്റെ എല്ലാ പ്രോഗ്രാം കൗണ്ട് ആയിക്കോട്ടെ എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും, പ്രോസസ് ഐ ഡി ഡിഫറെൻ്റ് ആയിരിക്കും. പാരൻറ്റിൻ്റെ പ്രോസസ് ഐ ഡി ഈസ് നോട്ട് ഈക്വൽ ടു ചൈൽഡിൻ്റെ പ്രോസസ് ഐ ഡി. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിൽ രണ്ടിൻ്റെയും പ്രോസസ്സ് ഐ ഡി ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഫോർക്കിൽ വരുന്നത്. ഇപ്പം നമ്മളൊരു ഫോർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ P1 എന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഫോർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ഇനി വീണ്ടും ഒരു പ്രോസസ്സ് ഫോർക്ക് കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും, ഇവിടുന്നും ഒരു ന്യൂ പ്രോസസ്സ് ക്രിയേറ്റ് ആവും, ഇവിടുന്ന് ഒരു ന്യൂ പ്രോസസ്സ് ക്രിയേറ്റ് ആവും. അപ്പോൾ ടോട്ടൽ എത്ര പ്രോസസ്സായി? 4 പ്രോസസ്സായി. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം കോൾ ചെയ്യുന്നു അത്രയും പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പം 2 പവർ എന്നുള്ള രീതിയിലായിരിക്കും വരിക. എത്ര പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ആവുന്നത്? ഇപ്പോൾ 3 ടൈംസ് ആണെങ്കിൽ 2⁻3, അതായത് 8 പ്രോസസ്സസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത്രയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഫോർക്ക് എന്നുള്ളൊരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം കോളാണ്. ഇനി സിസ്റ്റം കോൾ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിസോഴ്സസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആണ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോഗ്രാം ഇപ്പോൾ യൂസർ മോഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് ഏതെങ്കിലും രീതിയിലുള്ള റിസോഴ്സസ് ആവശ്യമുണ്ട് എങ്കിൽ ഒരിക്കലും ആ ഒരു യൂസർ മോഡിൽ നിന്ന് അത് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതിന് ഡയറക്റ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കേർണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കേർണൽ മോഡിലേക്ക് റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരം റിക്വസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആണ്, ഡിഫറെൻറ്റ് കോൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം കോൾസ് എന്ന് പറയുന്നത്. അത് ഓരോന്നും നമുക്ക് ഈ ഒരു രീതിയിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രോസസ്സ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ് ആ ഒരു പ്രോസസ്സ് കൺട്രോളിൽ വരുന്നത്. അതുപോലെ ഫയൽ മാനിപ്പുലേഷൻ, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇൻഫോർമേഷൻ മെയിൻ്റനൻസ്, കമ്മ്യൂണിക്കേഷൻ, പ്രൊട്ടക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി നമുക്ക് ഈ ഒരു സിസ്റ്റം കോൾസിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.